നമസ്കാരം. പവിത്രമായ ആത്മീയ കേരളത്തിൽ അഭിമാനത്തോടുകൂടി നിലകൊണ്ടിടുന്ന ഒരു ദേവീക്ഷേത്രമാണ് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിലുള്ള ശ്രീ ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രം. പേരും പ്രശസ്തിയും അതുപോലെ തന്നെ ചരിത്ര പ്രാധാന്യവും ചിരപുരാതനത്വവും കൊണ്ട് ഈ ക്ഷേത്രം ഭക്തമനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു ദേവീക്ഷേത്രമാണ്. പട്ടാമ്പി എന്ന മനോഹരമായ വള്ളുവനാടിൻ്റെ ഹൃദയത്തിലൂടെ ഒഴുകിപ്പോകുന്ന നിള, ആ നിളയാകട്ടെ കിഴക്ക് നിന്നും വന്ന് വടക്കോട്ട് തിരിഞ്ഞ് വീണ്ടും കുറേ ദൂരം വടക്കോട്ടൊഴുകി പടിഞ്ഞാറിലേക്ക് പോയി അറബിക്കടലിൽ പോയി ചേരുന്ന ഈ നിളയുടെ പുളിനോപാന്ത പ്രദേശത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നത് വളരെ അതിമനോഹരവും ആകർഷണീയവുമായ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം ഏത് അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചാലും എല്ലാ ഭക്തമനസ്സുകളുടെയും ഒരു ആകർഷണീയ വലയമായി നിലകൊണ്ടിടുന്ന മാതൃസവിധമാണ്. അതിപുരാതനമായ ഈ ദുർഗാദേവി ക്ഷേത്രം മംഗല്യപൂജയ്ക്ക് പ്രശസ്തി ആർജിച്ച ക്ഷേത്രമാണ്. 6 മാസത്തിലൊരിക്കൽ എന്ന രീതിയിൽ തുടർച്ചയായി 3 പൂജകൾ. എല്ലാ തടസ്സങ്ങളും മാറി വിവാഹം നടക്കും ഇവിടെ മംഗല്യപൂജ ചെയ്താൽ. ക്ഷേത്രത്തിനകത്ത് കന്നിമൂലയിൽ വാഴുന്ന മഹാഗണപതിക്കാണ് മംഗല്യപൂജ നടത്തുന്നത്. സർവ്വ തടസ്സങ്ങളും നീക്കുന്ന വിഘ്നേശ്വരൻ മംഗല്യ തടസ്സം മാറ്റി ഇഷ്ടവിവാഹ ലബ്ധി പ്രദാനം ചെയ്യുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. മംഗല്യപൂജ സമയത്ത് താലി ചാത്തി പ്രാർത്ഥിക്കുക ഭഗവതിക്ക്. ഗണപതിക്ക് മംഗല്യപൂജയും ഭഗവതിക്ക് പട്ടും താലിയും ചാർത്തി പ്രാർത്ഥിച്ചിട്ട് പോയാൽ ഉറപ്പായിട്ടും കല്യാണം ശരിയാവും. ഇവിടെ തുടർച്ചയായി മംഗല്യപൂജ നടത്താം എന്ന് നേർന്നാൽ രണ്ടാമത്തെ പൂജയ്ക്ക് മുൻപ് ഭൂരിപക്ഷം പേരുടെയും വിവാഹം നടക്കാറാണ് പതിവ്. അനുഭവസ്ഥർ അവരുടെ മനസ്സ് തുറക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാതെ വിഷമിക്കുന്ന അമ്മമാർ ഞാങ്ങാട്ടിരി അമ്പലത്തിൽ ഗണപതിക്ക് അപ്പത്തോടുകൂടി മംഗല്യപൂജ വഴിപാട് നേർന്നാൽ 3 പൂജയ്ക്കുള്ളിൽ മംഗല്യം നടക്കും എന്നതൊരു സത്യമാണ്. അത്രയ്ക്ക് ശക്തിയുള്ള ഭഗവതിയാണ് ഞാങ്ങാട്ടിരി അമ്മ. ഞാൻ എൻ്റെ 3 കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും അവിടെ വഴിപാട് നേർന്നിരുന്നു. അതിൽ ഒരു കുഞ്ഞിൻ്റെ വിവാഹം ഇപ്പോൾ ഉറപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ബാക്കി ഉള്ളത് എൻ്റെ അമ്മ അത് തീർപ്പാക്കി തരും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും ഉള്ളത്. മംഗല്യപൂജയെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. മോൻ്റെ കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മോളുടെ കല്യാണം ശരിയായി. ഇനി അടുത്ത മോൻ്റെ കൂടി എൻ്റെ 2ാമത്തെ പൂജയാണ്. അപ്പോൾ വളരെയധികം ഫലപ്രാപ്തി പൂജയ്ക്ക്. വളരെയധികം ഇതിപ്പോൾ നിങ്ങളുടെ അനുഭവത്തിൽ വളരെ കാര്യപ്രാപ്തിയുള്ള ഒരു അനുഭവമാണ്. തീർച്ചയായിട്ടും അത് പ്രേക്ഷകരോടും കൂടി ഒന്ന് പറയാം. ഇത് നല്ല പൂജയാണ്. ഗണപതി പൂജ, ഗണപതിക്കുള്ള മംഗല്യ പൂജയാണ്. അത് നന്നായി എല്ലാവരും നടത്തുക. നന്നായിരിക്കും. എൻ്റെ മോൻ്റെയും മോളുടെയും കൊടുത്തിട്ടുണ്ട്. മോളുടെ ശരിയായിട്ടുണ്ട്. മോൻ്റെ 2ാമത്തെ പൂജയാണ്. എനിക്ക് പറയാനുള്ളത് എന്താണ്, കല്യാണം കഴിയാത്ത അതാണ് ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും ശരി, അവർ ഇവിടെ വന്ന് പൂജ ഷീട്ടാക്കുക. ആദ്യത്തെ പൂജ ഷീട്ടാക്കുക. ചിലപ്പോൾ 2ാമത്തേക്കുള്ളിൽ നടന്നു വരും, അല്ലെങ്കിൽ 2ാമത്തെ 3ാമത്തെ പൂജയ്ക്കുള്ളിൽ നിന്ന്, അല്ലെങ്കിൽ 3 പൂജ കഴിഞ്ഞാൽ നടക്കുന്നതിനാണ് നമ്മളെ വിശ്വാസം. ഞങ്ങൾ ആ ഉറച്ച വിശ്വാസത്തിലിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരോടും ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ. കർക്കിടക മാസത്തിലെ 30 വെള്ളിയാഴ്ച, മകരത്തിലെ 30 വെള്ളിയാഴ്ച എന്നിങ്ങനെ തുടർച്ചയായി 3 പൂജകൾ നടക്കുമ്പോൾ ആ 3ാമത്തെ പൂജയ്ക്കുള്ളിൽ വിവാഹം നടക്കും എന്നുള്ളത് ഉറപ്പാണ് എന്ന ഒരു ഉറച്ച വിശ്വാസം ഭക്തജനങ്ങളിൽ കാണുന്നു. അതുകൊണ്ട് തന്നെ മംഗല്യ പൂജയ്ക്ക് ഇവിടെ ഏറ്റവും പ്രധാനമാണ്. ഈ വരുന്ന കർക്കിടക മാസം 1-ാം തീയതി അഥവാ 2026 ജൂലൈ 17-ാം തീയതി കർക്കിടകം 1 ആ ദിവസം വെള്ളിയാഴ്ചയാണ്. 30 വെള്ളിയാഴ്ചയും കർക്കിടകം 1-ാം തീയതിയും കൂടി ഒരുമിച്ച് വരുന്ന ഈ ഒരു പ്രത്യേക ദിവസത്തിൽ നടക്കുന്ന മംഗല്യ പൂജയിലേക്ക് എല്ലാവരും പങ്കെടുക്കണം. പൂജ എന്ന് പറയും, മംഗല്യപൂജ കാര്യസിദ്ധി പൂജ കൂടിയാണ്. സർവത്ര കാര്യസിദ്ധിക്കും അതുപോലെ തന്നെ മംഗല്യ വിവാഹ തടസ്സങ്ങൾ മാറി സർവത്ര മംഗളകരമായ ഒരു വിവാഹ ജീവിതം, ഒരു ദാമ്പത്യ ജീവിതം നയിക്കുവാനും പര്യാപ്തമായൊരു പൂജയാണ് ഇവിടെ നടക്കുന്ന മംഗല്യപൂജ. ശ്രീ ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രം, പട്ടാമ്പി, പാലക്കാട് ജില്ല. മഹാഗണപതിക്ക് മംഗല്യപൂജ 2026 ജൂലൈ 17, 1201 കർക്കിടകം 1 വെള്ളിയാഴ്ച കാലത്ത് 9 മണിക്ക്.